കേസ് കിട്ടുന്നൊരു പ്രതീക്ഷ ഞാൻ ഇത്ര നേരം ഇരുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സൗമ്യ വധക്കേസിലെ സുപ്രീം കോടതി വിധിയെക്കുറിച്ചുള്ള വാർത്ത സൗമ്യയുടെ അമ്മ സുമതി കേട്ടത്. നെഞ്ചുപൊട്ടിക്കുന്ന വിധിയാണ് സുപ്രീം കോടതിയുടേതെന്ന് സുമതി പറഞ്ഞു. ഇത്രയും നീചമായി എൻ്റെ കുട്ടീനെ ഇങ്ങനെ ചെയ്തിട്ട് അവസാനം തൂക്കുകയറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഞ്ചു പൊട്ടിപ്പോകുന്ന വാക്കുകളാണ് സുപ്രീം കോടതി എനിക്ക് കേൾക്കേണ്ടി വന്നത്. സൗമ്യയ്ക്ക് നീതി നിഷേധിച്ചതിന് കാരണം പ്രോസിക്യൂഷന്റെ പിടിപ്പുകേടാണെന്നും സുമതി ആരോപിച്ചു. ഒന്നും വാദിക്കാൻ അറിയാത്തൊരു വക്കീലിനെ കൊണ്ട് നിർത്തിയിട്ട് എൻ്റെ കുട്ടിയുടെ കേസിന്റെ വിധി ഇങ്ങനെയാക്കിയില്ലേ. നീതി കിട്ടാനുള്ള ശ്രമം തുടരുമെന്നും സൗമ്യയുടെ അമ്മ പറഞ്ഞു. ഇനി ഇതിന്റെ പിന്നാലെ തന്നെയാണ് ഞാൻ. കാരണം എവിടെ എനിക്ക് നീതി കിട്ടുമോ അവനെ തൂക്കിക്കൊല്ലം വിധിക്കുന്നവരെ ഞാൻ അതിന്റെ പിന്നാലെ തന്നെ പോവും. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം തുടർ നടപടികൾ ആലോചിക്കുമെന്നായിരുന്നു സൗമ്യയുടെ സഹോദരൻ സന്തോഷിന്റെ പ്രതികരണം. കാരണം ഇനി ഇതേപോലെ എൻ്റെ പെങ്ങള് പോലെ ഒരുപാട് പെങ്ങന്മാർ ഇനിയും ഉണ്ടാവും. എനിക്ക് അത്ര പറയുള്ളൂ. എന്തായാലും ഞാൻ മുഖ്യമന്ത്രിയായിട്ട് കണ്ടിട്ട് മുഖ്യമന്ത്രിയെ എന്തായാലും ഞാൻ പോയി കാണും. ഉന്നത നീതിപീഠത്തിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ഈ കുടുംബം ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ് സൗമ്യയുടെ അമ്മയും സഹോദരനും ഏറ്റുവാങ്ങിയത്. ഷൊർണൂരിനടുത്തുള്ള കാരക്കാട് നിന്നും ക്യാമറമാൻ അരുൺ കിഷോറിനൊപ്പം അർജുൻ മട്ടന്നൂർ, മാതൃഭൂമി ന്യൂസ്.